ചക്കക്കുരു ഇരിപ്പുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 10-12 എടുത്തിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് കണക്കൊന്നുമില്ല, ഒരു 15 താഴെയൊക്കെ എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അത് മുങ്ങുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 4-5 വിസിലടുപ്പിച്ച് നല്ല സോഫ്റ്റ് ആവുന്നവരെ വേവിച്ചെടുക്കുക. അതിൻ്റെ തൊലിയൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ആ ഒരു പുറത്തെ തൊലി മാത്രമേ നമ്മൾ പിന്നെ കളയുള്ളൂ. ആ ബ്രൗൺ കളർ കളയേണ്ട ആവശ്യമില്ല, അത് നല്ല ഹെൽത്തിയാണ് കഴിക്കാൻ. അപ്പോൾ ഞാനിത് വേവിച്ച് എടുത്തിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു പുറത്തുള്ള ആ വെള്ള തൊലി ഉണ്ടല്ലോ, അത് മാത്രം കളഞ്ഞാൽ മതി. അപ്പം നമുക്കതിൻ്റെ തൊലി കളഞ്ഞ് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂൺ മതി, അല്ലെങ്കിൽ ചതച്ച് ചേർത്താൽ മതി. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് മീഡിയം സൈസുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സവാള നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതിന് മുമ്പ് ചക്കക്കുരുയുടെ വേറെ റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞത് ആ ബ്രൗൺ കളർ കളയാതെ ഞാനൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ അരച്ചിട്ട് ഇതേ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയിൽ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതിൽ ചെറുതായിട്ടൊന്ന് കുരു കടിക്കാനുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, രസം ഉണ്ടാവും കഴിക്കുമ്പോൾ. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇത് നമ്മൾ കട്ട്ലറ്റായിട്ടല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുട്ടയിൽ പൊതിഞ്ഞിട്ട് ബ്രെഡിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് കട്ട്ലറ്റ് പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഞാനിത് ഡയറക്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഇട്ട് നമ്മുടെ പരിപ്പോടെയൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചോട്ട് ഇതിനെ വേവിച്ചെടുക്കാം. ഇനി കൂടുതൽ വേവാനൊന്നുമില്ല, എല്ലാം നമ്മൾ വേവിച്ചതാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് കളറൊന്ന് മാറിയാൽ മതി. അപ്പോൾ ഒരു സൈഡ് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തിട്ട് ചൂടോടെ തന്നെ ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. താങ്ക്